അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഇന്ന് മീൻകറിയാണ്. നമ്മൾ കഷ്ണമീനാണ് വെച്ചാൽ നമ്മൾ ഈ തിണ്ട ഉണ്ടല്ലോ, തിണ്ട അത് പിന്നെ വലുതും കിട്ടും ചെറുതും കിട്ടും. തിണ്ട ഇത് കുറച്ച് ചെറിയ സൈസാണ്. അത് വാങ്ങി പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. ഇത് നല്ല കഷ്ണമീനാണ്, നല്ല മീനാണ്, കറി വയ്ക്കാനും വറക്കാനൊക്കെ പറ്റിയതാണ്. അപ്പോൾ അത് നമ്മളിന്ന് മുളകിടുക ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇന്ന് മത്തൻ്റെ ഇലയും മത്തനും ചേർത്തിട്ട് നമ്മൾ താളിക്കുമല്ലോ, അതും. അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കറി വെക്കല് തുടങ്ങായി. നമുക്കിപ്പോ ഇന്ന് തിണ്ടയാണ്. ഇതിപ്പോ 1/2 കിലോ ഇല്ല, കുറച്ച് നമ്മൾ സാധാരണ കഷ്ണം മീനൊക്കെ ആയിട്ട് അത് കുറച്ച് നല്ല വലുതും കിട്ടും, ചെറിയ തിണ്ടുണ്ട്. അപ്പൊ ഇന്ന് ചെറിയ തിണ്ടയാണ്. ഒരു തിണ്ടല്ലേ 1/2 കിലോയുടെ താഴെയുള്ളൂ. അപ്പൊ അതാണ് ഇന്ന് എടുക്കുന്നത്. ഒക്കെ അവിടുന്ന് മുറിച്ച് കൊണ്ടുവന്നാണ്. അപ്പോൾ അത് മുളകിട ചെയ്യുന്നുണ്ട്. ഉള്ളി പിന്നെ തക്കാളിയൊക്കെ വഴറ്റിയിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മത്തൻ്റെ ഇല പിന്നെ മത്തനും അത് ചേർത്തിട്ട്. മത്തൻ്റെ ഇല പിന്നെ ഇവിടെ ഉള്ള തന്നെയാണ്. അപ്പോൾ എന്നാൽ മീൻ്റെ കറി ഒക്കെ കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇതാ ഉള്ളി അതാദ്യം എടുത്ത് നമുക്ക് ഒന്ന് അരിയാം. ഒക്കെ തോലൊക്കെ കളഞ്ഞ് ഒക്കെ കഴുകി വെച്ചതാണ്. പിന്നെ തക്കാളി പച്ചമുളകാണ്. നമ്മൾ തേങ്ങ അരച്ചിട്ടല്ല കറി വയ്ക്കുന്നത്, ഇന്ന് മുളക് ഇട്ടിട്ടാണ്, അതും വഴറ്റിയിട്ട്. ഉള്ളിയും പച്ചമുളകും വഴറ്റാനുള്ളത് അത് ആദ്യം നുറുക്കിയിട്ട് വയ്ക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി, ഇന്നിപ്പോൾ തിണ്ടയാണ്, അതാണ് ഇന്നിപ്പോൾ മീൻ. ഇതിപ്പോൾ കഷ്ണം മീൻ തന്നെയാണ് ഇത്. പിന്നെ ഇത് കുറച്ച് ചെറിയതാണ് മീൻ, മറ്റേ നല്ല വലിയ മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് അത് പാർന്ന് വയ്ക്കാം. ഈ ചട്ടിയിലല്ല കറി വയ്ക്കുന്നത്, നമ്മൾ വഴറ്റിയിട്ടാണ്. പക്ഷേ എന്നാലും ഇത് പുളി ഇട്ട് വയ്ക്കാം. കുറച്ച് സമയം അങ്ങനെ പുളിയിൽ ഇരിക്കട്ടെ. പാകത്തിനേ ഉള്ളൂ, അധിക അളവിലൊന്നുമില്ല, കുറഞ്ഞ. ഇനിയിപ്പോൾ നമുക്ക് ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ ഇതാ തക്കാളി, ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി അത് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഇതാ നമുക്ക് പുളിയിട്ട് വെച്ച മീനിൻ്റെ കഷ്ണങ്ങൾ അതൊക്കെ നന്നാക്കി ഇനി ഇതൊക്കെ ഇരുന്ന് ഇളക്കി പിടിപ്പിക്കണം. ഇതിങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇതാ ഉപ്പ് ഇട്ടെടുത്തു. പിന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ കറിക്ക് വേണ്ടിയിട്ട്. ഞാൻ അടച്ചു വെച്ച് ഇതാ ഇപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല കഷ്ണമീനാണ്, വറക്കാനും പറ്റിയതാണ്. അപ്പോൾ അതാ കറിവേപ്പിലയും ചേർത്തു, അതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഇന്നിതാ മത്തൻ്റെ ഇല ഇവിടെ ഉള്ള തന്നെയാണ്. പിന്നെ ഇതാ മത്തൻ്റെ ചെറിയൊരു കഷ്ണമുണ്ട്. മത്തൻ്റെ ഇലയൊക്കെ നല്ലപോലെ കഴുകിയെടുത്തു. ഇനി അതൊന്ന് നമുക്ക് അരിയാം. അപ്പോൾ മത്തൻ്റെ ഇല കുറേ പ്രാവശ്യമായി ഇപ്പോൾ എടുക്കുന്നു, അതിന് അത്രയധികം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലൊരു മഴയൊക്കെ വന്നപ്പോൾ, ഇപ്പോൾ നല്ല അത്യാവശ്യം മഴ ഉണ്ടല്ലോ, വേനൽ മഴ, അതിൽ നല്ല ഉണ്ടായിട്ടുണ്ട്. നനച്ചു കൊടുക്കൊന്നും വേണ്ടി വന്നില്ല. ഇനിയിപ്പോൾ ദാ മത്തൻ്റെ ഒരു കഷ്ണം, ഇത് രണ്ടും ചേർത്തിട്ട് വയ്ക്കുമ്പോൾ നല്ല രസമാണത്. അങ്ങനെ അധികം മൂത്തിട്ടില്ല മത്തൻ. ഇനിയിപ്പോൾ അത് നമുക്ക് ചെറുതാക്കി സാധാരണ നമ്മൾ ഓലിനൊക്കെ നുറുക്കുന്ന പോലെ അങ്ങനെയാണ് നുറുക്കാം, കനം കുറച്ചിട്ട്. ഈ പാത്രത്തിലാണ് നമ്മൾ വെക്കുന്നത്. ആദ്യം ഇലയൊക്കെ ഇട്ട് ഞാൻ അതിലേക്ക് പച്ചമുളക് കീറിടാണ്ട് ഒരു
3-4 പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് ആവും ചേർക്കാം. കുറച്ച് വെള്ളം. ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുക്കാം. ഏറെക്കുറെയൊക്കെ വെന്ത് വരുന്നുണ്ട്. പിന്നെ വെള്ളം വറ്റും. ഇനിയിപ്പോൾ നമുക്കിതാ ഒക്കെ വെന്തിട്ടുണ്ട്. വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ തുളിക്കുക. അത്രയല്ലേ പണിയുള്ളൂ ഇപ്പോൾ ഇതിന്. അപ്പോൾ അതും ഇവിടെ റെഡിയായി. അപ്പോൾ അതിൽ ഊണ് കഴിക്കായി. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ തിണ്ട മുളകിട്ടത് ആ കറി. പിന്നെ മത്തൻ്റെ ഇലയും മത്തനും കൂടി താളിച്ചത്. പിന്നെ നമ്മളെ പതിവ് പപ്പടം കാച്ചിയതും. ഇന്നിങ്ങനെയായിരുന്നു ഇപ്പോൾ വെജും നോൺ വെജും ചേർന്നത്. ഇത് മുളകിട്ടതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ തേങ്ങ അരച്ച് ഇപ്പോൾ മുൻപ് ദിവസം ഞങ്ങൾ കറി വെച്ചിരുന്നു. അത്രയ്ക്ക് ഒരു ഇത് തോന്നിയില്ല. അപ്പോൾ മുളകിടുമ്പോൾ ഇത് അതിന് ശേഷം ഞങ്ങൾ മുളകിട്ടൊക്കെ കറി വെച്ചിരുന്നു. അതാണ് കുറച്ചുകൂടി രുചി അങ്ങനെ മുളകിടുമ്പോൾ. ഇനിയിപ്പോൾ അതിൽ ഞാനും കഴിക്കായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.